അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സെൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് T800 അൾട്ര എന്ന് പറഞ്ഞ ഈ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്, ഒരു ക്വിക്ക് റിവ്യൂ എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും പറയാനായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെ, ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച് അൾട്രയുടെ ആ ഒരു സെയിം ലുക്ക് എക്സാക്റ്റ് കോപ്പി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മളത് ആ ടൈറ്റിലൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ഇതേപോലെ തന്നെ ഫോസിലിൻ്റെ ഒരു ക്ലോൺ വാച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോക്ക് കോപ്പി റൈറ്റ് കിട്ടിയതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ആ ഒരു സംഭവം മെൻഷൻ ചെയ്യുന്നത് നിർത്തി. അപ്പോൾ നമ്മളിത് ടൈറ്റിലും എല്ലാം പറയുന്നത് T800 അൾട്ര എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തിൻ്റെ ലുക്ക് ലൈക്കാണെങ്കിൽ അല്ലെങ്കിൽ എന്തിൻ്റെ കോപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചത് ഫേസ്ബുക്കിൽ ഒരു ലിസ്റ്റിംഗ് കണ്ടിട്ട് അതിൽ കൂടെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടാണ് മേടിച്ചത്. അപ്പോൾ അവരുടെ ഒരു ഓഫറായിരുന്നു T800 അൾട്രയും പിന്നെ ഒരു ഇയർബഡ്സും വയേർഡ് ഇയർഫോൺസും. അപ്പോൾ ഈ വയേർഡ് ഇയർഫോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിപ്പോൾ തന്നെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീപ്പായിട്ടുള്ള ഇയർഫോൺസാണ് കേട്ടോ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഹെഡ്ഫോൺ ഇത് മറ്റേ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഓഡിയോ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബട്ടണുണ്ട് പ്ലേ ബോക്സിന് വേണ്ടിയിട്ട്. ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈസി ക്വാളിറ്റി ആയിരിക്കും. ഇത് നമുക്ക് നോക്കണ്ട, നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 800 രൂപയായിരുന്നു രണ്ടിനും കൂടെ. അപ്പോൾ എന്തോ ഓഫർ സംഭവങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്ന പർച്ചേസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാട്സാപ്പ് നമ്പർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വാട്സാപ്പ് നമ്പർ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അറിയുന്നതാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, പുറമെ വേറെ പാക്കേജിങ് ഉണ്ടായി, അതിലാണ് വന്നത്. ഓക്കെ, തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവൽ തുറക്കുമ്പോൾ തന്നെ നമ്മളാണ് ചൈനീസിലാണ്, അപ്പുറത്തേക്ക് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് കോൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ എന്തായാലും പറയാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വാച്ചിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ബട്ടൺസ് ഉണ്ട്, 2 ബട്ടൺ ഉണ്ട്. അതല്ലാതെ നമുക്ക് വരുന്നത് സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒറിജിനലിൻ്റെ അത്ര ക്വാളിറ്റി എന്തായാലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു അറിയാൻ പറ്റും, ഈ ബ്ലാക്ക് ഒന്നും അത്ര കറക്റ്റ് ഒരു ഫിനിഷിങ് അല്ല, നിങ്ങൾക്ക് ഇതിൽ കണ്ടറിയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ കണ്ടോ, ഈ ഒരു കറക്റ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ വരുന്നത്, അത് ഇവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ കേസിൽ രണ്ടിടത്തും സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഏത് സ്ട്രാപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് വെച്ചിട്ട് ഓക്കെ ഈസിയാണ്. കാര്യം 800 രൂപ നമുക്ക് കൂടുതൽ, അതിന് മാത്രം കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു വയർലെസ് ചാർജിങ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് മാഗ്നറ്റിക് ടൈപ്പ് ചാർജറാണ്, കോൺടാക്റ്റ് പോയിന്റുകളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റൈസ് അറ്റാച്ച് ആവും. അത്ര സ്ട്രോങ് മാഗ്നറ്റ് അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാഗ്നറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ വരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഇതൊക്കെ ഉണ്ട്, സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്, അത് നമുക്ക് എന്തായാലും കളയാം. താഴത്തത് എന്തായാലും നമുക്ക് മാറ്റാം. അപ്പോൾ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫേക്ക് സ്ക്രൂ പോയിന്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, 4 സ്ക്രൂ ഇട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അഴിക്കാനും പിടിക്കാനൊന്നും പറ്റുന്നില്ല, കാര്യം സ്ക്രൂവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇൻഫിനിറ്റി ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബെസൽസ് കാര്യങ്ങൾ അത്യാവശ്യം കുറവാണ്. ഞാൻ എന്തായാലും സ്ക്രീനിൻ്റെ ഇത് പൊളിച്ചളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും. സ്ക്രീനിൻ്റെ ബെസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഒരു ചെറിയൊരു ബെസലുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഓൺ ചെയ്യാം. താഴെ അത്യാവശ്യം ചിൻ പാട്ടുണ്ട് കേട്ടോ. അതായത് നോർമൽ ഈ റേഞ്ചിന് വരുന്ന സ്മാർട്ട് വാച്ചുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിന്നൊരു ഇത്തിരി കുറവാണ്. നമുക്ക് നല്ല ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വാച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാച്ച് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഹൈ വാച്ച് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ആപ്ലിക്കേഷനിൽ നമ്മൾ നോർമൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിലോ ബ്ലൂടൂത്ത് ഡിഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആപ്പിൽ പോയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഇതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഇപ്പോൾ T800 അൾട്ര എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വാച്ച്, ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ചിൻ്റെ സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ റൈസ് ടു വെയ്ക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓൺ ചെയ്തിടാം. അതുപോലെ തന്നെ അലാറം, സെഗ്മെൻറ്റ് റിമൈൻഡർ, പിന്നെ മെസ്സേജ് പുഷിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ഞാൻ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, SMS റിമൈൻഡൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. കോൾ റിമൈൻഡ് ഡീഫോൾട്ടായിട്ട് ഓണാണ്. കോൾ വന്നു കഴിയുമ്പോൾ അത് കാണിക്കും, പക്ഷേ കോൾ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനം. വാച്ചിലേക്ക് എന്തായാലും വരും. അതിന് മുമ്പ് ആപ്പിലെ സെറ്റിങ്സ് എന്തായാലും പറയാം. അതിനുശേഷം നമുക്ക് ഫൈൻഡ് ഡിവൈസ് ഉണ്ട്. ഫൈൻഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ചെയ്യാം. അതല്ലാതെ നമുക്ക് വേറെ കൂടുതൽ സെറ്റിങ്സ് ഇതിനകത്ത് ഇല്ല. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അതേഴ്സിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ജസ്റ്റ് വൈബ്രേറ്റിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഡയൽ സെറ്റിങ്സ് ഉണ്ട്. ഡയൽ സെറ്റിംഗ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കസ്റ്റം ഡയൽസ് ഇവിടെ നിന്ന് എടുക്കാം. അതുപോലെ കസ്റ്റം ഡയലിൻ്റെ ഓപ്ഷൻ താഴെ ഉണ്ട്. നമുക്ക് എടുത്തിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റം ഡയലാക്കി ഇടാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വാച്ച് ഫേസസ് ഉണ്ട്. ഇതല്ല നെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് കുറേ വരും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ എല്ലാത്തിലും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡയൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചു കൊടുത്താൽ മതി. കണ്ടോ,
തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഈ വാച്ച് ഫേസ് വരും. അതുപോലെ ഇതാണ് ഡീഫോൾട്ടായിട്ട് വന്നത്. അതുകൂടാതെ നമുക്ക് ഇങ്ങനൊരു വാച്ച് ഫേസ് ഉണ്ട്, പിന്നെ ഇങ്ങനൊരു വാച്ച് ഫേസ് ഉണ്ട്, പിന്നെ ഈ ഒരു വാച്ച് ഫേസും ഉണ്ട്, പിന്നെ ഇതുമുണ്ട്. ഇത്രയും വാച്ച് ഫേസസ് ആണ് ഉള്ളത്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് പിന്നെ നമ്മുടെ ഒരു കസ്റ്റം നമ്മൾ ഇടുന്ന വരണം കൂടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പല മോഡലുണ്ട്. നമ്മളൊരു മോഡൽ സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അത് ഇവിടെ നിന്ന് എടുത്ത് സെലക്ട് ചെയ്ത് അതിനകത്തേക്ക് ഇടാൻ വേണ്ടി പറ്റും. അത്രയുള്ള സംഭവം. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് പറയാനുള്ള ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാച്ചിൻ്റെ അവർ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് 12 hour അല്ല 24 hours ആണ്. അത് മാറ്റാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇതിൻ്റെ ആപ്പിൻ്റെ അകത്തും ഇല്ല, ഇത് സ്മാർട്ട് വാച്ചിൻ്റെ അകത്തും അതിനുള്ളൊരു സെറ്റിങ്സ് ഇല്ല. അപ്പോൾ ഒരു ചെറിയൊരു ഡ്രോബാക്കാണ് ഇതിൻ്റെ. നമുക്ക് അപ്പോൾ ടൈം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 13, 14, 15 എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ആ റെയിൽവേ ടൈം പോലെ ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെനുവിലോട്ട് പോകാൻ വേണ്ടി പറ്റും. മെനു നമുക്ക് സ്ക്രോൾ ചെയ്ത് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ സ്ക്രോൾ ബട്ടൺ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പൊക്കത്തും താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വന്ന ഇതായിരിക്കും നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പോൾ വാട്സാപ്പ് ഫേസ്ബുക്കിലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആയതുകൊണ്ട് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും അതിൽ കാണിക്കുന്നത്. കണ്ടോ? ഇനി പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് ആണ്. നമുക്ക് മെനു സ്റ്റൈൽ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ചെയ്യാം. അതായത് കോൾ നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. ബ്ലൂടൂത്ത് കോൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോൺ തന്നെ ആയിരിക്കും ബ്ലൂടൂത്ത് കോളുകൾക്കൊക്കെ ഇതാവുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ടാൽ മതി, ബ്ലൂടൂത്ത് കോൾ ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഫ്ലൈറ്റ് മോഡ് ഓൺ ആണ്. ഫ്ലൈറ്റ് മോഡ് ഓൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വാച്ച് ഡിസ്കണക്റ്റ് ആവും. ഒന്നുകൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഇപ്പോൾ നോക്കാം, ഇപ്പോൾ ഓണാണ്. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ഓട്ടോമാറ്റിക്കലി ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്ന പറയുമ്പോൾ കണക്ഷൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് സംഭവം. ഇനി മെനുവിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയലർ ഉണ്ട്, ഫോൺ ബുക്ക് ഉണ്ട്. ഫോൺ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഫോൺ ബുക്കിൽ എങ്ങനെ കോൺടാക്റ്റ് ആഡ് ചെയ്യുന്നതെന്നുള്ള ഞാൻ എന്തായാലും കാണിച്ചിട്ട് നമുക്ക് ഡയലർ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് നമ്പർ അടിച്ചിട്ട് വേണമെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്ക് ഫോൺ ബുക്കിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും കോൾ എടുക്കണ്ടോ. ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ വാച്ചിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഓഡിയോ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട്സ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആപ്പിൻ്റെ ഹോമിൽ വന്ന് സെറ്റിലേക്ക് പോകണം. സെറ്റിലാണ് എല്ലാം കിടക്കുന്നത്. അതിനകത്ത് ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ആഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കോൺടാക്റ്റ് എടുക്കുക, ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരും. അന്നേരം ഇവിടെ നിന്ന് ഓക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആഡായി വരും. എത്ര ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല. എന്തായാലും ഒരു 5-6 നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ തന്നെ വിളിക്കാം. അതല്ലാതെ നമുക്ക് ഫോണിൽ കോൾ വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പീക്കറും മൈക്കും ഒക്കെ ഇതിനകത്തുണ്ട്. മൈക്ക് ഇവിടെ ആയിട്ടാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സ്റ്റെപ്പ് കൗണ്ടർ വന്നത്. ഈ സ്റ്റെപ്പ് കൗണ്ടർ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. 135 സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഈ വാച്ച് പൊക്കത്തോടും താഴത്തേക്കും ഒരു 3-4 പ്രാവശ്യം അനക്കിയതല്ലാതെ വേറെ ഒന്നും അടക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും ബ്ലഡ് പ്രഷർ എല്ലാ സാധനങ്ങളും ഇതിനകത്തുള്ളത് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം ഈ ഒരു പ്രൈസ് പോയിന്റിന് അതൊന്നും ആക്യുറേറ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് എങ്ങനെയാണെന്നുള്ളത്. ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഓൺ ആക്കി നമ്മൾ ഈ മേശയുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ വരും, നോക്കി നോട്ടോ. മേശയ്ക്ക് എത്ര ബീറ്റ് ഉണ്ടെന്ന് ഇപ്പോൾ കാണിക്കാണ്ട് 75 ഉണ്ട്. കണ്ടോ? അത്ര ഉള്ളപ്പോൾ സംഭവം ഇതിനപ്പോൾ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഗിമിക്കാണ്. അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ ആണെങ്കിലും എന്താണെങ്കിലും ECG എന്താണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. പിന്നെയുള്ള നമുക്ക് ക്യാമറ കൺട്രോൾസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ കാര്യങ്ങളുണ്ട്. പിന്നെ കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് പിന്നെ ഇവിടെ മെനുയുടെ അകത്ത് തന്നെ നമുക്കൊരു ടോർച്ചിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ടോർച്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ വൈറ്റ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. എന്തെങ്കിലും ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. അത് നമുക്ക് ബാക്ക് ബട്ടൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാക്കാൻ വേണ്ടി പറ്റും. ഇത് ലോക്ക് ബട്ടൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് സ്പോർട്സ് മോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അൺലോക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് മോഡുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും സ്പോർട്സ് മോഡ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആക്യുറസി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് മെനു സ്റ്റൈൽ 2 ഇടാം. അതാണ് അത്യാവശ്യം എളുപ്പം. നമുക്ക് എല്ലാ സാധനങ്ങളും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതിനകത്തേക്ക് പിന്നീട് വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് കാര്യങ്ങളുണ്ട്, റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെനു സ്റ്റൈൽ മാറ്റാൻ വേണ്ടി പറ്റും. മെസ്സേജസ് ലാസ്റ്റ് വന്ന് കാണിക്കും. QR കോഡ് ഉണ്ട്. നമ്മുടെ ആപ്പിൻ്റെ QR കോഡ് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഫേസ്ബുക്കും ട്വിറ്ററും വാട്സാപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷന് വരുള്ളൂ. അതുപോലെ ഗെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഗെയിമിൻ്റെ അകത്ത് ഇതിനകത്തൊരു ഗെയിമും ഉണ്ട്. കണ്ടോ? കളിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ലാഗ് ഉണ്ടാവും നല്ല. കണ്ടോ?
കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഡിസ്പ്ലേ കിടന്ന് ഇതാവുന്നതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എങ്ങനെയെന്ന്. ഗെയിമാണ്, അത്യാവശ്യം നല്ല ലാഗുണ്ട് ഉണ്ടോ. അപ്പോൾ അതല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ വേണ്ടിയില്ല. അതുപോലെ തന്നെ ലുക്ക് വൈസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഫീൽ വൈസ് ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ വാച്ചാന്നേ പറയുള്ളൂ. ഞാൻ പേരും കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല, പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റൈസ്റ്റ് വൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ കറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല, അയിം അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മ്യൂസിക് കൺട്രോൾസ് ഉണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത്. സ്പീക്കറും അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും ടെസ്റ്റായിട്ട് ഞാനൊരു റിവ്യൂ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിവ്യൂ വീഡിയോ എന്തായാലും ചെയ്യും. ആ സമയത്ത് എന്തായാലും നമുക്ക് ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഒന്ന് നല്ലോണം ടെസ്റ്റ് ചെയ്യാം. എന്തായാലും ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിന് 800 രൂപ അപ്പോൾ ഒരു പ്രൈസ് പോയിന്റിന് നമുക്ക് ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേയിലും പിന്നെ ആ ബേസിക് ഫീച്ചേഴ്സിലാണ്. ഡിസ്പ്ലേ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. അതിന് മാത്രം വലിയ ബസൽസ് ഒന്നുമല്ല, ചെറിയൊരു ബസൽസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു ബസൽസ് ഉണ്ട്. എന്നാലും ബാക്കിയുള്ള ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്ന ബാക്കി മോഡൽസിന് വെച്ച് നോക്കുമ്പോൾ ബസൽസ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് തന്നെ കാണാൻ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ലുക്ക് ഉണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഓബ്വിയസ്ലി കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന മേടിച്ചതെന്നുള്ളത് എന്തായാലും നമ്പർ ഞാൻ ഇടാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.